ഇന്നിപ്പോൾ UDF ചേരുകയാണ് കൊച്ചിയിൽ. കാരണം മറ്റൊന്നുമല്ല, സംസ്ഥാനത്തെ ഇടതുഭരണം അവസാനിക്കാൻ പോകുന്നു. അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് UDFന്റെ ഈ യോഗത്തോടെ അതിനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. വിഷൻ 2025 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കയ്യിലുണ്ടായിരുന്ന വിഷൻ 2025 LDFനെ തറപ്പറ്റിച്ച് BJP തറപ്പറ്റിച്ച് ഇതാ അവർ UDF മുന്നേറിയിരിക്കുന്നു. ഇനി വിഷൻ 2026 അതിനുവേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാകും എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തുടങ്ങി വെച്ചില്ലെങ്കിൽ അത് കതിരിന്മേൽ വളം ചേർക്കുന്ന അവസ്ഥയായി പോകുമെന്ന നിരവധി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് എന്തായാലും UDF ചേർന്ന് ഘടകകക്ഷികളെ ഒക്കെ ഒരുമിപ്പിച്ചിരുത്തി ഇനി ആരൊക്കെ വരാനുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്ത് LDFിൽ നിന്നും ഏതൊക്കെ ഘടകകക്ഷികൾ വരും എന്നൊക്കെ ചർച്ച ചെയ്ത് ഇപ്പോൾ അവർ ഒരുമിച്ചിരിക്കാൻ പോകുന്നത്. പക്ഷേ എന്താകും ഈ അവസ്ഥ? അവർ എല്ലാം സജ്ജരാകാൻ വേണ്ടി 2026 എല്ലാ കണക്കൂട്ടലിലും UDF ഘടകകക്ഷികൾ ചേരുമ്പോൾ ഇവർ തമ്മിലുള്ള ഐക്യം ഇനി അങ്ങോട്ട് എത്രയുണ്ടാകും? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലം വൈസ് എത്ര സീറ്റ് കിട്ടി? 111. ഇപ്പോഴെത്ര ക്ലെയിം ചെയ്യുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 86. അപ്പോൾ 24 ലോക്സഭ, 25 തദ്ദേശം, 26 നിയമസഭ. മൂന്നാം വട്ടവും പിണറായി സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള ഒരു വഴി വെട്ടുകയാണോ KPC അധ്യക്ഷൻ സണ്ണി ജോസഫും VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ചേർന്ന് എന്ന് തോന്നിപ്പോകും ഈ UDFന്റെ മഹാമഹം അവരുടെ സമ്മേളനം കണ്ടാൽ. എന്ത് പറയുന്നു? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം ഭരണം ആണിപ്പം നടക്കുന്നത്. ആ രണ്ടാം ഭരണത്തിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ വലിയ ഒരു കോൺഗ്രസ് UDF വലിയൊരു പ്രചാരണം നടത്തിയിരുന്നു. ഒരു കാരണവശാലും രണ്ടാം ഭരണത്തിലേക്ക് വരത്തില്ല. UDF കഴിഞ്ഞാൽ LDF, LDF കഴിഞ്ഞാൽ UDF, ആ ഒരു സമവാക്യമായിരുന്നു ഇവിടെ നടന്നു വന്നത്. പക്ഷേ അതിനൊക്കെ ആ ചരിത്രമൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് രണ്ടാം ഭരണത്തിലേക്ക് പിണറായി സർക്കാർ വന്നത്. ഇവിടെ 2010 ഇതിലും കൂടുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ സീറ്റുകൾ ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. ഇത്രയും പോലും സീറ്റുകൾ UDFന് ഇല്ലായിരുന്നു 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പോലും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിച്ചു. നിങ്ങൾ പറയുന്ന കണക്കൊന്നുമല്ല. ഇവിടെ UDFല് വളരെ ശക്തമായ രീതിയിൽ, വളരെ കെട്ടുറപ്പോടുകൂടി വളരെ ശക്തമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നണി സംവിധാനവും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 86 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF. 86 സീറ്റ്. ഇനി 1 മുതൽ ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷം മുതൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം മുതൽ 50 വോട്ടിന്റെ ഭൂരിപക്ഷം വരെയുള്ള ഏകദേശം 150 വാർഡുകളുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ അവസ്ഥയാണ്. ജില്ലാ പഞ്ചായത്ത് അവിടെ നിൽക്കട്ടെ, അത് 7 അതവിടെ നിൽക്കട്ടെ, അതാകുമ്പോൾ തരാതെ. ഈ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നാൽ, വാർഡുകളിലേക്ക് വന്നാൽ ഓരോ വോട്ടിനും 50 വോട്ടിനും ഇടയിൽ ഭൂരിപക്ഷമുള്ള 150 വാർഡുകളുണ്ട്. അപ്പൊ അതില് അടുത്ത വീട്ടിലെ സതീശനെ ഇപ്പുറത്തെ വീട്ടിലെ ബാബുവൊക്കെ നീക്കിയപ്പോൾ വോട്ട് കൊടുത്തു പോകും. ഒരു ആ സതീശനെ വീട്ടിൽ 10 വീടുകൾ, 10 വീട്ടിൽ 40 വോട്ട്. അപ്പൊ 40 വോട്ടും സതീശനെ വീഴും. ഞാൻ അതിലേക്ക് ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രാദേശികമായി ഉള്ള വിഷയങ്ങളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമ്മൾ പണ്ടും അങ്ങനെയാണ് കണ്ടുവരുന്നത്. സ്ഥാനാർത്ഥിയെ നോക്കിയിട്ട് ആ സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ പറ്റുന്ന വോട്ടുകൾ മുഴുവൻ ആ സ്ഥാനാർത്ഥിയുടെ സ്വാധീനത്തിൽ കിട്ടുന്ന വോട്ടുകൾ, അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിക്ക സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഒരു സംഭവമുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് വലിയ LDFകാരനാണ്, ഇടതുപക്ഷത്തിന്റെ ചങ്കാണ്, പാർട്ടി പ്രവർത്തനമൊന്നുമല്ല. പക്ഷെ അയാളൊരു സഹയാത്രികനാണ്. അയാളെ ഏറ്റവും അടുത്ത സുഹൃത്താണ്
ആ വാർഡിൽ മത്സരിച്ചത്. ആ വാർഡിൽ ആ പിന്നെ അടുത്ത സുഹൃത്തിന്, അത് പാർട്ടി നോക്കിയല്ല, ആ അടുത്ത സുഹൃത്തിനാണ് വോട്ട് കൊടുത്തത്. ഞങ്ങൾ സംസാരിച്ചപ്പം എന്നോട് പറയാം, നമ്മളൊക്കെ വോട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ വോട്ട് കൊടുക്കുന്നത്? സഹപാഠിയായിരുന്നു, കൊച്ചുനാൾ മുതലേ അടിച്ചു പിടിച്ച് വളർന്നവരാണ്. പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കിയല്ല പല വാർഡുകളിലും പല സ്ഥാനാർത്ഥികളും ജയിച്ചതും തോറ്റതും. അതേപോലെയാണ് പി ജെ ജോസഫിന്റെ അടുത്ത സുഹൃത്താണ് ജോസ് കെ മാണിയുടെ അച്ഛൻ. എന്ന് പറഞ്ഞ് ജോസ് കെ മാണി യു.ഡി.എഫിലേക്ക് വരുമോ? ആ പ്രതീക്ഷയിലാണല്ലോ. ജോസ് കെ മാണി വരും, വീരേന്ദ്രകുമാർ വരും, അവര് വരും, ഇവര് വരും, വേണ്ടി വന്നാൽ എം.വി. ഗോവിന്ദൻ മാഷ് വരെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് യു.ഡി.എഫ് ചേരുന്നത്. യു.ഡി.എഫ് വിപുലീകരിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം യു.ഡി.എഫ് യോഗത്തിലുണ്ടായിരുന്നു. അത് തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. അതിനകത്ത് ഇപ്പൊ ജോസ് കെ മാണി വരുമോ, അല്ലെങ്കിൽ RJD വരുമോ, അല്ലെങ്കിൽ വേറെ INL വരുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികൾ, മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ഈ പാർട്ടികൾ ഏത് വരുമെന്നൊന്നും വ്യക്തമായി എഴുതി വെച്ചേക്കുമല്ല, അല്ലെങ്കിൽ വ്യക്തമായി അവർ അപേക്ഷ കൊടുത്തിട്ടിരിക്കുമല്ല. അവരെ കുറിച്ച് ഇത് അപ്രതീക്ഷിതമായി പലരും വരും. അത് NDA മുന്നണിയിൽ നിന്നും വരും, LDF നിന്നും വരും. അത് മറ്റ് രണ്ട് മുന്നണിയിൽ നിന്നും യു.ഡി.എഫിലേക്ക് അപ്രതീക്ഷിതമായി ചില പാർട്ടികൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പം എങ്ങനെ നോക്കിയാലും 86 സീറ്റിൽ അവർ മുന്നിട്ട് നിൽക്കുക. ഈ 86-ൽ നിന്ന് സീറ്റുകൾ കൂടത്തേ ഉള്ളൂ യു.ഡി.എഫിന്. നമ്മൾ ഈ തളർന്നു പോകുന്നവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രീയ ഒരു വിവേകത്തിന്റെ ബുദ്ധിയാണ്. അങ്ങനെയാണ് ഈ BJP-ക്കാർ ഇങ്ങനെ തളർന്ന് കയറി വരുന്നത്. അങ്ങനെ യു.ഡി.എഫിന് അവരുടെ കൈപിടിച്ച് ഒറ്റ മുന്നണിയായി ഇത്തവണ പിണറായി സർക്കാർ വരാതിരിക്കാൻ അങ്ങനെ മത്സരിച്ചുകൂടി. അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ BJP-യുടെ സപ്പോർട്ട് ഇല്ലാതെയല്ലേ 86 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് അധികാരത്തിൽ യു.ഡി.എഫ് മുൻതൂക്കം വന്നത്. എവിടെ BJP-യുടെ ഒരു സപ്പോർട്ടും ഇല്ല. BJP-യുടെ സപ്പോർട്ട് ഉള്ളത് പിന്നെ LDF-നാണെന്നോ ഇടതുമുന്നണിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇടതുമുന്നണിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ വോട്ടുകളൊക്കെ കൊണ്ടുപോയി BJP-ക്ക് കിട്ടിയ വോട്ടുകളൊക്കെ ഇവിടുന്ന യു.ഡി.എഫ് അവിടെ, കോൺഗ്രസ് അവിടെ സീറ്റ് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. 9-ൽ നിന്ന് 19-ആയി. 29 സീറ്റുണ്ട് ഇപ്പോഴും ബാക്കി വോട്ടുകളെ പോയി. ഇപ്പൊ BJP കിട്ടിയ വോട്ടുകളെ പോയി. എന്തായാലും ഒരു BJP-ക്ക് കിട്ടിയ വോട്ട് പിന്നെ എവിടുന്നാ? ഇടതുപക്ഷത്തെ വോട്ട് BJP വർഷം ഇവിടുത്തെ നമ്മുടെ നഗരസഭ ഭരിക്കുന്ന ഇടതിന്റെ ഒരൊറ്റ വോട്ട് ഇവിടെ BJP തന്നെ അപകടത്തിൽ നിൽക്കുകയാണ്. 20% വോട്ട് ഷെയർ അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയെങ്കിൽ ഇപ്പോഴവർക്ക് കിട്ടിയത് വെറും 16% വോട്ട് ഷെയറേ ഉള്ളൂ. 4% വോട്ട് അവരുടെ തന്നെ മാറി. അവരുടെ 4% വോട്ടില്ല അവർക്ക്. ഇനി അവരാകെ കൂടി പിന്നെ 2 മണ്ഡലത്തിലാണ് അവര് മുൻതൂക്കം നിൽക്കുന്നത്. ഈ 2 മണ്ഡലത്തില് വോട്ടെന്ന് നിസ്സാര വോട്ടേ ഉള്ളൂ. ആ വോട്ട് ഏത് സമയവും മാറാം. എന്തായാലും BJP 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കില്ല. അതെന്ന് പറയുന്നില്ല. അക്കൗണ്ട് തുറക്കില്ല. കാരണം ഇത്രയും കാലം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ നോക്കിയിട്ട് നിൽക്കാത്തൊരു കാര്യമാണ് നമ്മൾ BJP പിടിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത് വച്ചു പോയാൽ ഇനി കുറച്ചും കൂടെ നമുക്കറിയാം, ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ ശശി തരൂർ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരാണ്, വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ആ ശശി തരൂരിന്റെ കണ്ട് ഞെട്ടിയത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രകടനമായിരുന്നു. കാരണം കൃത്യമായി എന്തൊക്കെ ചെയ്യുമെന്ന് ആദ്യം രാജീവ് ചന്ദ്രശേഖർ അല്ല വന്നത്. ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു 4-5 പേർ അടങ്ങുന്ന ഒരു ടീം വന്നിട്ടാണ് പഠിച്ചിട്ടാണ് പോയത്. അതിനുശേഷമാണ് തിരുവനന്തപുരം സിറ്റി. നമുക്ക് BJP-ക്ക് പിഴച്ചത് എവിടെന്ന് വെച്ചാൽ തുറമുഖം ഏരിയയിലാണ് BJP-ക്ക് അവിടെ പിഴച്ചത്. തരൂരും അവസാനം ICU കിടന്നിട്ടാണ് ആശാൻ മത്സരിച്ച് ജയിച്ചത്. എങ്ങനെ ആശാന് പഠിച്ചില്ലല്ലോ, പഠിച്ചില്ല. പക്ഷെ തരൂർ അവസാന നിമിഷം ICU കിടന്നിട്ടാണ് അതുകൊണ്ടാണ് തരൂർ പറഞ്ഞത് ഞാൻ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു
ഓ, രാജീവ് ചന്ദ്രശേഖരനായിട്ട് മാറി രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ നിൽക്കുവാണെങ്കിൽ പിന്നെ രാഹുൽ ശശി തരൂര് മത്സരിക്കുന്നില്ല. കാരണം അത് ഞങ്ങൾ ഇതുവരെ കേട്ടില്ല. ഇത് ഒരു മാധ്യമത്തിലും അങ്ങനെ ഒരു വാർത്ത UDF ആയാലും കോൺഗ്രസ് ആയാലും KPCC ആയാലും അല്ല, അന്ന് തരൂര് പറഞ്ഞത് ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നിർത്തിയിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് 140 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ടെങ്കിൽ അല്ല അതിലൊരു 100 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെങ്കിൽ അതിൽ 95 പേരും മുഖ്യമന്ത്രിയാണ് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ വളരെ വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ നിങ്ങളുടെ അതൊക്കെ ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അതൊക്കെ KC വേണുഗോപാൽ മത്സരിക്കാൻ പറ്റത്തില്ല. KC വേണു മത്സരിക്കില്ല. ഇപ്പൊ പാർലമെന്റ് അംഗങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് ഇതുവരെ കോൺഗ്രസിന്റെ അജണ്ടയിലില്ല. ഇവിടെ വേറെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ വേറെ നേതാക്കന്മാരുണ്ടല്ലോ. ഇവിടെ KPCC ഭാരവാഹികളുണ്ട്, മുൻ MLA-മാരുണ്ട്, ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്. AK രവീന്ദ്രനാഥ് മത്സരിച്ചൂടെ? KC വേണുവിന് ആലപ്പുഴ പോയി കപ്പേരെ കൊണ്ടുകൊണ്ടുവന്നതിനാ അദ്ദേഹം ആലപ്പുഴയിലുള്ള MP അല്ലേ? കപ്പ അവിച്ച് അദ്ദേഹം ആലപ്പുഴ എന്നുള്ള ജനപ്രതിനിധിയാണ്. ആലപ്പുഴ എന്നുള്ള MP ആണ്, ലോക്സഭാ മെമ്പറാണ്. അദ്ദേഹം പാർട്ടിയുടെ ACC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അതും രാഷ്ട്രീയ കാര്യ സമിതിയിലുള്ള ആളാണ്. അദ്ദേഹത്തിന് കുടുംബശ്രീ പ്രവർത്തകരുമായിട്ട് അവര് വന്ന് മെമ്പറല്ലേ, അദ്ദേഹം ജനപ്രതിയല്ലേ? ഒരു MP-ക്ക് കുടുംബശ്രീ അംഗങ്ങളുമായിട്ട് ചക്ക പുഴുങ്ങിയത് കഴിച്ചൂടെ? അല്ലെങ്കിൽ ചീനി പുഴുങ്ങിയത് കഴിച്ചൂടെ? അല്ലെങ്കിൽ പിന്നെ വേറെ പുഴുക്കെന്തെങ്കിലൊക്കെ കഴിച്ചൂടെ? കിഴങ്ങ് പുഴുങ്ങിയത് കഴിച്ചൂടെ? അതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം നിർത്തലാക്കിയതിന്റെ പിറ്റന്നാണ് ഈ ഒരു സംഭവം നടക്കുന്ന ഓർമ്മ. ഇത്രയും വർഷമില്ലാത്ത ഒരു PR വർക്കാണ് ഒരു PR വർക്കും അല്ല. കപ്പ പുഴുങ്ങിയും പിന്നെ കിഴങ്ങ് പുഴുങ്ങിയും ഇതെല്ലാം അവർക്കൊന്നും ഒരു അയിത്തമില്ല. അതിപ്പോ ഒരു സംഭവം വന്നപ്പോ ഇത്രയും നാള് നിങ്ങൾ എന്താ ചെയ്യാന് എന്നുള്ളതല്ലോ. അതിപ്പോ അവര് ഇപ്പൊ ചെയ്തു. അതിന് ഇലക്ഷനും ഇതുമായിട്ടൊന്നും കൂട്ടി പഠിക്കാൻ അല്ല. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ പറ്റില്ല. UDF-ലേക്ക് പുതിയ ഘടകകക്ഷികൾ വരുമെന്ന് ഉറപ്പാണ്. എന്തായാലും പുതിയ ഘടകകക്ഷികൾ UDF-ൽ എത്തും. പുതിയ ഘടകകക്ഷികൾ LDP-ന്ന് ആരും വരാനില്ല. നിങ്ങൾ കാത്തിരിക്കൂ. നിങ്ങൾ കാത്തിരിക്കൂ. LDF-ന്നാണോ NDA-ന്നാണോ അല്ലെങ്കിൽ സ്വതന്ത്ര സംഘടന ആരോ ആയിക്കോട്ടെ, UDF വിപുലീകരിക്കും. UDF-ല് പുതിയ കക്ഷികളുണ്ടാകും. അത് മാത്രം നോക്കിയാൽ അവർക്ക് സീറ്റ് കൊടുക്കും. സീറ്റ് കൊടുക്കാതിരിക്കാൻ ഇവിടെ UDF-ലെ സീറ്റുകളെല്ലാം ഒരു പാർട്ടിക്കാണോ? അല്ലല്ലോ. ഏതൊക്കെ ഘടകകക്ഷികളുണ്ടോ ആ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് കൊടുക്കുമല്ലോ. മാണി ഗ്രൂപ്പ് മൊത്തത്തിലേക്ക് വന്നാൽ ജോസഫ് എന്ത് ചെയ്യും? മാണി ഗ്രൂപ്പിനെ വേണ്ട UDF-ന്. ആര് പറഞ്ഞു മാണി ഗ്രൂപ്പിനെ വേണമെന്ന്? മാണി ഗ്രൂപ്പിനെ UDF-ന് വേണ്ട. അപ്പൊ വീരേന്ദ്രകുമാർ അത് വന്നാൽ സ്വീകരിക്കുമായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ മാണി വന്നാലും സ്വീകരിക്കും. പക്ഷെ മാണിയുടെ പുറകിൽ ഇനി നടന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലായി. കാരണം മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോസ് കെ മാണി ഒരു അർത്ഥസംഖ്യയുമില്ലാതെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളില്ല. ഗണേശൻ വരുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഗണേശന്റെ കാര്യം അവിടെ പരിഗണില്ല. പത്തനാപുരത്ത് ഗണേശൻ ജയിക്കുന്ന കാര്യത്തിൽ പരിഗണില്ലാണ്. കാരണം ഗണേശന്റെ സ്വന്തം വീട്ടിലെ സ്വന്തം വാർഡിൽ പോലും ഗണേശന്റെ സ്ഥാനാർത്ഥിയോട് ജയിച്ചിട്ടില്ല. ഇവിടെ KN ബാലഗോപാലിന്റെ വാർഡില് ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാലിന്റെ വാർഡിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ 5-ാം വാർഡിൽ അവിടെ ജയിച്ചത് ആരാ? കോൺഗ്രസ് ജയിച്ചത്. നിങ്ങൾക്കറിയോ? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡ് അവിടെ കൈപ്പത്തി ചിഹ്നമാണ് അവിടെ ജയിച്ചത്. അവിടുത്തെ വോട്ടറാണ്. അവിടെ ബാലഗോപാൽ അവിടെയാണ് താമസിക്കുന്നത്. ടെസ്റ്റ് ഡോസ് ഒന്നും ഞാൻ പറയില്ല. രാഷ്ട്രീയം മാറി തിരിഞ്ഞു വരും. ഹിന്ദി പേരിന് വേണ്ടി ഇവിടെ എത്ര മന്ത്രിമാരുടെ വാർഡുകളിൽ UDF ജയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതേസമയം ചിലപ്പോൾ UDF-ന്റെ നേതാക്കന്മാരുടെ വാർഡുകളിലും ചിലപ്പോൾ BJP-യോ അല്ലെങ്കിൽ ജയിച്ചു കാണും. അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പ്രതിപക്ഷത്തല്ലേ അവരിയ്ക്കുന്നത്, ഭരണപക്ഷത്തല്ലല്ലോ. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയുടെയും MLA-യുടെയും വാർഡുകളിൽ മറ്റു UDF ജയിച്ചിട്ടുണ്ട്, BJP ജയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി വഴിമാറി കൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ പറയുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കൂ.
പുതിയ കക്ഷികൾ വരും. അടുത്തതിന് UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. PC ജോർജിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അടിച്ചു ഓടിച്ചു വിട്ട ഒരു മനുഷ്യർക്കും വേണ്ടാത്ത ഒരു കുടുംബമാണ് PC ജോർജിന്റെ മോനെ. അവര് താമസിക്കുന്ന ഇടത്ത് അവരെ സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ്, ഇടതുപക്ഷത്തിന്റെയാണ്. അവര് താമസിക്കുന്ന പ്രദേശത്തിന്റെ അതെ, അവരുടെ വാർഡ് ജയിച്ചിരിക്കുന്നത് മാണി ഗ്രൂപ്പാണ്. തെറ്റിദ്ധര ജയിച്ചിരിക്കുന്നത് NDA സ്ഥാനാർത്ഥി. NDA അല്ല, NDA അല്ല ജയിച്ചത്. പിന്നെ പൂഞ്ഞാറിൽ PC ജോർജിന്റെ വാർഡിൽ ജയിച്ചത് BJP സ്ഥാനാർത്ഥി അല്ല. നോക്കിക്കോ, BJP സ്ഥാനാർത്ഥി അല്ല അവിടെ ജയിച്ചത്. അവിടെ ജയിച്ചത് എനിക്ക് തോന്നുന്നു അവിടെ ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നി. യഥാർത്ഥത്തിൽ PC ജോർജ് ആർക്കാ വോട്ട് ചെയ്തത്? കൈപ്പത്തിക്കായിരിക്കും വോട്ട് ചെയ്തത്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതാണ്, കൈപ്പത്തിക്കായിരിക്കും വോട്ട് ചെയ്തത്. PC ജോർജിനൊന്നും അത്ര മണ്ടന്മാരാണോ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അല്ലെ UDFിന്റെ നേതാക്കന്മാര്? PC ജോർജിനെ ഒന്നും 7 അയലോക്കത്ത് അടുപ്പിക്കത്തില്ല UDF. NDAയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫ്രീ ആണ്. അത് നല്ലതാ. അത് NDA പോയിരുന്നാ മതി. ഇനി NDAക്കാരും കളയാന്ന് പറഞ്ഞിട്ട് BJPക്കാരും കളയാന്ന് പറഞ്ഞു. VD സതീശൻ ഇതിൽ പങ്കെടുക്കുമോ? UDF യോഗത്തിലുണ്ടല്ലോ, ഇന്ന് കൊച്ചിയിലുണ്ടല്ലോ. VD സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും UDF യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കിട്ടിയ വിവരം.